കേരളത്തിലെ വളരെ പ്രസിദ്ധനായൊരു സാംസ്കാരിക പ്രവർത്തകനുണ്ട്, ഒരു ഇടതുപക്ഷ ചിന്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ അദ്ദേഹം എനിക്ക് അനുവാദം തന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ പേര് പറയാണ്. KEN കുഞ്ഞഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രഗത്ഭനായ എഴുത്തുകാരനും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം ദൈവവിശ്വാസിയല്ല. അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. അതൊരു വല്ലാത്ത സമാധാനം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാളാണ്, നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് സമാധാനമാണ് ഉള്ളതെന്ന് ചോദിച്ചു. വല്ല സമാധാനം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ദൈവവിശ്വാസി അല്ലാതാകുമോ? എന്താണ് ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ടുള്ള സമാധാനം എന്താണെന്ന് ചോദിച്ചു. എന്തൊരു ചോദ്യം ചോദിച്ചാലും വളരെ പെട്ടെന്ന് ഉത്തരം പറയുന്ന ഒരാളാണ് അദ്ദേഹം. അത്രയും നല്ല പ്രതിഭയുള്ള ഒരാളാണ്. പക്ഷേ ഈ ചോദ്യത്തിന് അദ്ദേഹം കുറച്ച് സമയമൊന്ന് എടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ട് എന്താണ് സമാധാനം എന്ന് ചോദിച്ചാൽ ഞാനതിന് ഉത്തരം പറയും, ഒരു സമാധാനവുമില്ല. എന്നിട്ട് രണ്ട് സംഭവങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഒന്നാമത്തെ സംഭവം, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കുറ്റ്യാടിയിലെ ഒരു സൂഫി മാഷുണ്ട്, കവിയാണ്. ഈ സൂഫി മാഷിൻ്റെ ഒരു കുട്ടി വേറെ 2 കുട്ടികളും കുറ്റ്യാടി പുഴയിൽ മുങ്ങി മരിച്ചു. ഈ കുട്ടിയും ആ കുട്ടിയുടെ 2 സുഹൃത്തുക്കളും. അപ്പോൾ മകൻ മരിച്ച സൂഫി മാഷിൻ്റെ വീട്ടിലേക്കാണ് KEN അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത്. കുട്ടിയുടെ മയ്യത്തുണ്ട് അവിടെ കിടക്കുന്നത്. KEN പറയാണ്, ഞാൻ സൂഫി മാഷിൻ്റെ കൈ പിടിച്ചു, ഇനി എന്താണ് ഞാൻ പറയേണ്ടത്? ദൈവവിശ്വാസി അല്ലാതായതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഒരു നിമിഷമായിരുന്നു അത്. അദ്ദേഹം പറയാണ്, ഒരു കൊച്ചുകുട്ടിയല്ലേ, പാപങ്ങളൊന്നും ചെയ്യാത്തൊരു കുട്ടിയല്ലേ, സ്വർഗത്ത് പോകൂലേ എന്ന് പറയാൻ ഒരു സ്വർഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ജീവിതത്തിലെ പരീക്ഷണങ്ങളല്ലേ, ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളല്ലേ എന്ന് പറയാൻ ഒരു ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ട് ഒരു സമാധാനവും ഞാൻ അനുഭവിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ട്, ഒറ്റ കുട്ടിയുള്ള അദ്ദേഹത്തിന്, മെനിനോ ഫ്രൂട്ടോ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി സൈക്കിളിൽ നിന്ന് വീണ് വളരെ ഗുരുതരമായൊരവസ്ഥയിൽ ICUയിൽ കിടക്കുമ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, KEN ഞങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം പറയാം, ഞാൻ പ്രാർത്ഥനയിൽ വിശ്വസിക്കാത്ത ആളാണ്, പക്ഷെ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സമാധാനമുണ്ട്. ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരാശ്രയം എത്ര വലുതാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായി.